ഈശ്വരൊരു ഫ്ലാറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഓൾമോസ്റ്റ് 2 വർഷം ഞങ്ങൾ ഇവിടെ പല സ്ഥലത്തും ഞങ്ങൾ തിരക്കിയതിന് ശേഷമാണ് ഇവിടെ ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ഫ്ലാറ്റ് കിട്ടിയത്. ഇവിടെ SIയുടെ കാൽഡൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊല്ലംകുടി മുകൾ കാക്കനാട്. ഞങ്ങൾ ഒക്ടോബർ 7 രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് പറ്റിയൊരു ഇന്റീരിയർ ഡിസൈനറെ ഞങ്ങൾ തിരക്കി നടക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു ടേസ്റ്റിനും ഞങ്ങളുടെ എസ്തറ്റിക്സിനും എല്ലാം ബഡ്ജറ്റിനും സൂട്ടാവുന്നൊരു ഇന്റീരിയർ ഡിസൈനിങ് ഫേം. നമ്മളൊരു ഓൺലൈൻ ബൈ ചാൻസ് ആണ് നമ്മൾ ഓൺലൈനിൽ ഒരു ആഡ് കാണുന്ന ഇടയായത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെയ്ത വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് മിനിമലിസ്റ്റിക് ആണ്, കുറച്ച് കണ്ടംപററി ആണ്, ഓവർ ഗോഡി ആയിട്ടും ലൗഡായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ മിസ്റ്റർ ജയശങ്കറിനെയും മനുവിനെയും കോൺടാക്ട് ചെയ്തു. അവർ വന്ന് നമ്മുടെ ഫ്ലാറ്റ് കണ്ടതിന് ശേഷം അവരുടെ കുറച്ച് വർക്ക്സ് ഞങ്ങളെ കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു സെൻസ് ഓഫ് എസ്തെറ്റിക്സ് ഞങ്ങളുടെ ആയിട്ട് മാച്ചായി പോകുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതിനുശേഷം അവരുടെ വർക്കലയിലെയും കൊല്ലത്തെ, എൻ്റെ സ്വദേശം കൊല്ലമാണ്, കൊല്ലത്തുള്ള സ്കൈലൈൻ മാർബല്ല എന്ന് പറഞ്ഞ ഫ്ലാറ്റിലൊരു വർക്കും ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് കാണിച്ചു തന്നു. ഞങ്ങൾക്ക് അവിടെ വർക്കും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. വർക്കലയിൽ ഒരു റെനോവേഷൻ പ്രൊജക്റ്റും ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ഇവരുടെ കളമശ്ശേരിക്ക് അടുത്തുള്ള ഫാക്ടറി വിസിറ്റ് ചെയ്തു. അവിടെ ലേറ്റസ്റ്റ് ടെക്നോളജി എക്യുപ്മെന്റ്സ് വെച്ചായിരുന്നു അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ച ഡീറ്റെയിൽ ആയിട്ട് പല ടൈപ്പ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വർക്കിന് യൂസ് ചെയ്യുന്നത്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റി, അതിപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പ്രൈസ് വേരിയേഷനും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെപ്പോഴും ലേമാന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസും ലാമിനേറ്റ് ടൈപ്പും എല്ലാം അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം 2-3 കളർ പാറ്റേൺസ് അവർ സജസ്റ്റ് ചെയ്തു. അതിൽ നമ്മുടെയും കൂടെ ഇൻപുട്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷം 3D ഡിസൈൻസ് അവർ അയച്ചു തന്നു. അതിലും നമ്മുടെയും കൂടെ വേരിയേഷൻസും ചേഞ്ചസും എന്തൊക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് അതും കൂടെ ഉൾപ്പെടുത്തി ഫൈനലൈസ് ചെയ്തതിന് ശേഷം 2D ഡ്രോയിങ്സ് അയച്ചു തന്നു. അത് അതിലും നമ്മുടെ സജഷൻസും ഇൻപുട്സും സജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ 3Dയും 2Dയും ഫൈനലൈസ് ആയതിനു ശേഷം ഇവർ എസ്റ്റിമേറ്റ് അയച്ചു തന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ബഡ്ജറ്റിനകത്ത് വരുന്ന രീതി തന്നെയാണ് ഇവർ എല്ലാം ക്രമീകരിച്ച് തന്നത്. അതിനുശേഷം പേയ്മെന്റിന്റെ 3 സ്റ്റേജായിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തത്. അത് നമ്മൾ കൊട്ടേഷൻ തന്നപ്പോൾ പറഞ്ഞ അതേ ടൈം ഇന്റർവെല്ലിൽ തന്നെയാണ് ഇവർ പേയ്മെന്റും എല്ലാം സ്വീകരിച്ചത്. അതിലൊക്കെ പക്കയായിട്ട് അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവർ ആദ്യം പറഞ്ഞത് 45 ഡേയ്സിൽ വർക്ക് കംപ്ലീഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും November 1 വർക്ക് തുടങ്ങി ഞങ്ങൾ December 12 ഹൗസ് വാമിങ് ചെയ്തു. അപ്പോൾ ഒരു 40 ഡേയ്സ് എടുത്തിട്ടില്ല കംപ്ലീഷൻ. പറഞ്ഞാലും നമ്മൾ വിചാരിച്ചാലും വളരെ സുപ്പീരിയർ ക്വാളിറ്റിയിലും ഫിനിഷിലും ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നു. വീട് സന്ദർശിച്ച എല്ലാവർക്കും ഇവരുടെ ഇന്റീരിയർ വർക്ക്സ് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനീഷ്യലി വിചാരിച്ചതിൽ ഉദ്ദേശിച്ചതിനും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗണേശ് പറഞ്ഞ പോലെ വന്ന ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഒരുപാട് പോസിറ്റീവ് നോട്ട്സും ഒരുപാട് അപ്രിസിയേഷനും കിട്ടിയിട്ടുണ്ട്.